എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കിഫ്ബിയുടെ മേഖലയിൽ വളരെ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കിഫ്ബി അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുമ്പൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം കിഫ്ബി മേഖലയിൽ കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് പശ്ചാത്തല സൗകര്യ മേഖലയിൽ കേരളത്തിൽ നടന്നു വരുന്നത്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ റോഡ്, പാലങ്ങൾ, മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങിയ സമസ്ത മേഖലയിലും നമുക്കിപ്പോൾ കിഫ്ബിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ വിഹിതം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ മണലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 5 കോടി രൂപ വീതം 2 ഹയർ സെക്കൻഡറി സ്കൂളിനും മുല്ലശ്ശേരി അതുപോലെ കണ്ടസാങ്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചതിൻ്റെ പണി വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൽ മറ്റ് ചില സ്കൂളുകൾക്ക് 2 കോടി 1 കോടി രൂപ വീതമുള്ള മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, മുണ്ടശ്ശേരി മാസ്റ്റർ കണ്ടസാങ്കടവ് സ്കൂളിന് വീണ്ടും 1 കോടി രൂപ, വാടാനപ്പള്ളി സ്കൂളിന് 1 കോടി രൂപ. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ രൂപത്തിൽ വലിയ ഇടപെടലാണ് കിഫ്ബി വഴി ലഭിച്ചിരിക്കുന്നത്. അത് വളരെയേറെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതേപോലെ ആശുപത്രി, എല്ലാവർക്കും നല്ല ചികിത്സ ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും ഒരു ഐസൊലേഷൻ വാർഡ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അവിടെ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്, ബാക്കി MLAയുടെ ഫണ്ട് കൊണ്ട് ഒരു ഐസൊലേഷൻ വാർഡ് അവിടെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ റോഡുകളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കേച്ചേരി അക്കിക്കാവ് റോഡ് 2 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 80 കോടി രൂപയുടെ മേഖലയാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രംഗത്തുള്ളത്. അതിൻ്റെ പണി ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 88 കോടി രൂപയോളം ആണ് നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പൂർണ്ണമായും മണലൂരല്ല, തീരദേശത്തെ പഞ്ചായത്തുക്ക് ഗുണകരമായ വിധത്തിൽ മണലൂർ മണ്ഡലത്തെ വാടാനപ്പള്ളി, ഏറ്റവും തീരദേശത്ത് കിടക്കുന്ന വാടാനപ്പള്ളിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിൽ കൂടി ആ പദ്ധതി യാഥാർത്ഥ്യമാകും. അതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകളും കൂടി ചേർന്നിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. ആ സമീപ പഞ്ചായത്തുകളിൽ മണലൂർ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മൊത്തം അതിൻ്റെ എസ്റ്റിമേറ്റ് 212 കോടി രൂപയാണ്.
അപ്പോൾ അതിൻ്റെ വിഹിതമായിട്ടുള്ള മണലൂർ മണ്ഡലത്തിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ രൂപത്തിൽ കിഫ്ബിയുടെ സേവനം വളരെയേറെ മെച്ചപ്പെട്ടതാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ. തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് കടലോരത്തേക്ക് അല്ലെങ്കിൽ സമുദ്രതീരത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അതിലൂടെ കടൽപ്പുറത്തേക്ക് ഏറ്റവും എത്താൻ പറ്റുന്ന ഒരു റോഡാണത്. അപ്പോൾ അതിനെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് മുൻകാലത്തെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ വികസന പൂർണ്ണ തോതിലായിട്ടില്ല. വൻതോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ട പ്രവർത്തനം വരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം 50 കോടിയുടെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിയൊരു പ്രപ്പോസലാണുള്ളത്. അത് അംഗീകാരം ആയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ, വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക്, ഇതിനൊക്കെ കഴിയത്തക്ക നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടാനുകോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട് കിഫ്ബി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കിഫ്ബി അതിന് 25ാം വാർഷികം ആഘോഷിക്കുന്നത്. 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ കിഫ്ബിയുടെ കഴുത്തിന് പിടിക്കാനുള്ള ചില പരിശ്രമങ്ങളും കേന്ദ്ര നിലവാരത്തിൽ നിന്ന് നടന്നു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് കിഫ്ബി വഴി ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മണലൂർ മണ്ഡലത്തിന് ലഭിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്ദിയും സർക്കാരിനോട് രേഖപ്പെടുത്തുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.